രാവിലെ 5 മണിക്ക് മീൻ പിടിക്കാൻ പോയവരൊക്കെ തന്നെ മീനുമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മീൻ മാത്രമേ കിട്ടിയുള്ളൂ. നല്ല വെയിലായിരുന്നു. ആ വെയിലത്ത് ഇത്രയും മീനെങ്കിലും പിടിക്കാൻ പറ്റിയില്ല. അതന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങളതിന്ന് മീൻകറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും കാണാം. സ്റ്റക്കായിരുന്നോ അതിനകത്ത് മീൻ? ആദ്യം അങ്ങ് പേടിച്ചോടുവാ. കിങ്ങണിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യ. ഇതല്ല കൈ കൊണ്ട് കയറുന്നേ. അത് ചോദിക്കട്ടെ, ഇതിന്റെ മുള്ളാന്നല്ല കയ്യാ കൊണ്ട് കയറിയാ നീരടിക്കുന്നേ. അതല്ലേ അതല്ല മീനുണ്ടേ. ആ മീന്റെ മുള്ള് നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ കൈയും പെരുത്ത് കേറും. ആ മീൻ്റെ ഇത് ഒന്ന് കാണിച്ചേടാ. വട്ടത്തി ഇരിക്കുവാ. നല്ല വെയിറ്റ് ഉണ്ട്. പിടിച്ചോ. വെട്ടിയപ്പോ കൈ കൊണ്ട് ആക്ക് എന്തൊരു വെപ്രാളം വരുന്ന. ആ മീനിന്റെ മുള്ളു കൊണ്ടപ്പോ കൈ കയറി അങ്ങ് നീരും അടിച്ച്. മുഷിയൊന്നുമല്ല, ഇതേ കൊണ്ടിരുന്നേ. അതാ ഞാൻ ചോദിച്ചത് ആ മീനാന്ന് തോന്നുന്നു. പിന്നെ വള്ളിക്കാവി കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് മാറിയില്ല. വേദന കൊണ്ട് കിടന്നങ്ങ് പൊളയുമായിരുന്നു. അത്രയ്ക്ക് വേദന, നീരും കയറിക്കൊണ്ട് അതിനകത്ത്. അതിനകത്ത് തന്നെ എടുത്ത് നോക്ക്. ഇത് എന്തുവാ ഈ മീൻ്റെ പേരെന്തുവാ? കോര. ഇത് ചെമ്പല്ലിക്കോര. ഇതിന് ഭയങ്കര വിലയാണ്. ഈ ഫസ്റ്റ് ഇട്ടതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഇതിന്റെ പേരെന്തോന്ന് അറിയത്തില്ല. ഇത് ഉറത്ത. ഞാൻ പിടിക്കാറില്ല. അത് കാണുന്നില്ലല്ലോ. ഇതാണോ? അതല്ലേ. ആ മീൻ നല്ല രസമുണ്ട് സരിതമ്മേ കാണാൻ. അതിന് ദേഹത്ത് കണ്ട ചുമന്ന കുത്താമെന്ന് ചൂണ്ടിയ മീൻ. ഇതൊക്കെ ഞാൻ പിടിച്ചു. ഇപ്പൊ കൊഞ്ച് നീ പിടിച്ചാന്നോ? എവിടെയായിരുന്നു പോയേ? അഴിക്കല്ലേ പോയെ? എന്നിട്ട് അവിടെ മീനൊന്നും ഇല്ലായിരുന്നു. മീനകത്തിടാൻ മീൻ അവൾ ചൂണ്ടയിട്ട് പിടിച്ച്. പിഴുപുളി. അങ്ങനെ പിഴുപുളി കിട്ടുന്നുണ്ട്. കുറച്ച് മതിയായിരുന്നു. ഈ ചെടി കണ്ടോ? ഇതിൻ്റെ ഇപ്പോഴത്തെ നിറം കണ്ടോ? റോസ് നിറമല്ലേ? വൈകുന്നേരം ആകുമ്പം ഈ നിറം മാറും. അത് ഞാൻ കാണിച്ചുതരാം. അപ്പം കാണിച്ചുതരാം. വൈകുന്നേരം ആകുമ്പോൾ കാണിച്ചു തരാം. ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാൻ കമൻറ്റ് ചെയ്യണേ. മീൻ്റെ ഉളുമ്പ് പോകാൻ വേണ്ടി നമ്മൾ പുളി വെള്ളത്തിൽ കഴുകുക. വെള്ളം ഒഴിച്ചിട്ട് പുളി ഇങ്ങനെ ഞെവടി ഇതിനകത്തിടണം. കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. അന്നേരം പിന്നെ എളുപ്പമാണ് പണി. അതിൻ്റെ ഉടുപ്പ് വരുന്നുണ്ടോ? പുളിവെള്ളത്തിൽ ഇട്ടുണ്ടോ? ഇപ്പോൾ വെട്ടിയ മീനാണ് അടുത്ത വെട്ടുന്നത്. അതന്നെ പൂരി. എന്താ പക്ഷേ ദേഹത്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ? ഒരു കാപ്പിപ്പൊടി കളറിലെ കുത്തുകുത്ത് വരുന്നുണ്ട്. പിച്ചാത്തേക്ക് നമ്മൾ കണ്ടിക്കും കൈ കൊള്ളുള്ളൂ. കൈ കൊള്ളുള്ളൂ.
ഇങ്ങനെ തൊലി കളയില്ലേ? തൊലി കണ്ടിട്ട് വല്ല അണലിയുടെ ഒക്കെ പുറത്തൊരു ഡിസൈൻ വരത്തില്ലേ? അതേപോലെ ഉണ്ട് തൊലി കളഞ്ഞില്ലേ. ഇനി വേറെ അറിയാം ആ ശ്രീകുട്ടൻ ഞാൻ സ്വാമിയായിട്ട് ഈ ദേഹത്തിങ്ങനെയുമായി ചോറുണ്ടില്ല, ചോറുണ്ടായിരിക്കുക. മീനില്ലായിരുന്നു. ആ മുട്ട കൊടുത്തിട്ട് തിന്നില്ല. ആ അവിടുത്തെ അല്ലല്ല, അവൻ ഇങ്ങോട്ടൊന്ന് വന്നായിരുന്നു, കണ്ടില്ല. ഉറങ്ങുന്നോ? മുമ്പ് ഇവിടെ വന്ന് ഇച്ചിരി നേരം ഒന്നിരുന്നു. ഇന്നലെ ഇതിനകത്തിരുന്ന് കളിയായിരുന്നു. ഇവിടെ സാധനത്തെ പിടിച്ചിട്ട് ഇത് അടിച്ചടിച്ചിട്ട് മതിനേരി. ആ അമ്മയും മക്കളും ഉണ്ട്, രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ചെറുത്. ആ പിന്നെ മീൻ ഫുള്ള് വെട്ടി ഇനി കഴുകണം. ഇവന് ഇതിന്ന് ഇപ്പൊ അടി ഇട്ട് നോക്കണം. ഇവിടെ എപ്പോഴും കളിക്കാറുണ്ടോ? ഇവിടെ അവിടെ മാത്രം ഇത് ഒരു വരാണ് പിച്ചാത്തിയുടെ. അങ്ങനെ മീൻകറി ഞങ്ങൾ മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയെന്തോ പഴുത്ത മാങ്ങയായിരുന്നു. പിന്നെ ഞങ്ങൾ പച്ചമാങ്ങ പിച്ചാന്ന് വിചാരിച്ചു. ഞങ്ങൾ അഘോരാത്രം കഷ്ടപ്പെട്ട് അങ്ങനെ മാങ്ങ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യമൊന്നും മാങ്ങ കിട്ടിയില്ല. കാരണം മാങ്ങ ഭയങ്കര പൊക്കത്താണ് നിൽക്കുന്നത്. അവൻ അതിനുള്ള നീളം പോലുമില്ല. പിന്നെ അവന് പരിശ്രമം കൈവിട്ടില്ല, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്ക് ഈ മാങ്ങ ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് ദാണ്ടൊരു വെളുത്ത മാങ്ങ, കുഞ്ഞാണ് കണ്ട, കുഞ്ഞാ, ക്യൂട്ട് മാങ്ങാസ്. ഇത് കൊള്ളത്തില്ല കേട്ടാ. നീ വന്നേ, 2 മാങ്ങ അത് കിടപ്പുണ്ട്, പച്ചമാങ്ങ. അത് മതി. അതിനെന്താന്ന് പറഞ്ഞിട്ട് പൊക്കുന്ന കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇപ്പോഴെങ്ങാണ് ഇയാൾ മാങ്ങ ഇടുവോ? ഓ ഇട്ട്. അത് മതിയോ? എന്നാ വാ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് നമ്മൾ പുറത്തിട്ട് മീൻകറി വെക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. പിന്നെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവർക്കും അറിയാവുന്ന പോലുള്ള സിമ്പിൾ ആൻഡ് ഹമ്പിൾ മീൻകറി അറിയത്തില്ലേ, അതാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, പിന്നെന്തായിരുന്നു, പച്ചമുളക്, കറിവേപ്പില, നമ്മുടെ സാദാ ഉള്ളിയില്ലേ, അതെല്ലാം കൂടെ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്തൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും പിന്നെന്താ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്.
നന്നായിട്ട് മൂക്കുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള അങ്ങനെ മൂത്തപ്പോഴത്തേക്കും നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ഇടുകയാണ്. ഒരുമിച്ചങ്ങിടുക. വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. അങ്ങനല്ലേ ഞാൻ കാണിച്ചു. അടുത്ത ആൾ വന്നു. മീനിട്ടില്ല. ആ മീനിങ് എടുത്തോണ്ട് ചീനിച്ചട്ടിക്കകത്ത് അവിടെ ഈ പുളിയിടണോ? എല്ലായിട്ടണോ? പിന്നെ വെള്ളം കൂടെ ഒഴിക്കണേ. വെക്കാം, അടച്ചു വെക്കാം ഗൈസ്, അടച്ചു വെക്കാം. കറി വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിടിക്ക്. ഉപ്പും മുളകും എരിവും ഉണ്ടെന്ന് എങ്ങനെ പറയണം. ഓ